ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 9 ബുധനാഴ്ച. കർഷക സംഘടനകളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. നിയമം പിൻവലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറി. സംഘടനകൾ ഇന്ന് യോഗം ചേരും. നിയമം പിൻവലിക്കുമെന്ന ഉറപ്പില്ലാതെ സമരം തീരില്ലെന്ന് കർഷക നേതാക്കൾ. പുതിയ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കാണാനൊരുങ്ങുന്നു. കർഷക പ്രക്ഷോഭം ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. കർഷക സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നിരാകരിച്ച് തന്നോട് പകരം വീട്ടിയെന്ന് കേജ്രിവാൾ. ദില്ലി അറസ്റ്റും തടങ്കലും അപലപനീയവും പ്രതിഷേധാർഹവുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മോദി സർക്കാർ നടപ്പാക്കുന്നത് ഫാസിസമാണെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ജനാധിപത്യ പാർട്ടികളെ അണിനിരത്തി പോരാടുമെന്നും KC വേണുഗോപാൽ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി പോലീസ് വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി BJP. തിങ്കളാഴ്ച മുതൽ മുഖ്യമന്ത്രിയുടെ വീടിനു മുന്നിൽ പ്രതിഷേധിക്കുന്ന BJPയുടെ മേയർമാരെയും കൌൺസിലർമാരെയും കാണാതിരിക്കാനുള്ള കെജ്രിവാളിന്റെ നാടകമാണിതെന്നാണ് BJPയുടെ ആരോപണം. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് കർഷക പ്രതിഷേധം 2 ആഴ്ചയായി തുടരുമ്പോഴും നിലപാട് തിരുത്തില്ലെന്നാവർത്തിച്ച് BJP. 3 കാർഷിക നിയമങ്ങളെയും ന്യായീകരിച്ച് പുതിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും BJP കേന്ദ്ര നേതൃത്വം തുടക്കമിട്ടു. ഇന്ത്യയിൽ ജനാധിപത്യം വളരെ കൂടുതലാണെന്നും അതിനാൽ കടുത്ത പരിഷ്കാരങ്ങൾ നടപ്പാക്കുക ദുഷ്കരമാണെന്നും നീതി ആയോഗ് CEO അമിതാഭ് കാന്ത്. രാജ്യത്തെ മത്സരക്ഷമമാക്കുന്നതിന് കൂടുതൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടുത്ത പരിഷ്കാരങ്ങളില്ലാതെ ചൈനയ്ക്കെതിരെ മത്സരിക്കുക എളുപ്പമല്ലെന്നും അമിതാഭ് കാന്ത്. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പോളിംഗ് അവസാനിച്ചു. ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം വൈകുന്നേരം 6 മണിവരെ 75% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്. തിരുവനന്തപുരം 69.07, കൊല്ലം 72.79, പത്തനംതിട്ട 69.33, ആലപ്പുഴ 76.42, ഇടുക്കി 73.99 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോളിംഗ് കണക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നെന്ന് വിശദീകരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ V. ഭാസ്കരൻ. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തെളിയിക്കുന്നതാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തന്റെയും കുടുംബാംഗങ്ങളുടെയും ജീവന് ഭീഷണിയുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ്. കോടതിയിൽ സമർപ്പിച്ച കത്തിലാണ് സ്വപ്ന ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. തനിക്ക് കൂടുതൽ സുരക്ഷ നൽകണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ ചിലയാളുകൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് അറിയിച്ച സ്വപ്ന ഉന്നതരുടെ പേരുകൾ പറയരുതെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തോട് സഹകരിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടതായും അറിയിച്ചു. ഇവർ പോലീസുകാരാണെന്നാണ് കരുതുന്നതെന്നും സ്വപ്ന കോടതിയിൽ സമർപ്പിച്ച കത്തിൽ പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വ്യാഴാഴ്ച ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ വീണ്ടും ആശുപത്രിയിൽ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 60,521 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,032 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 31 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,472. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,380 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 517 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്.
രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4735 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 59,732 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോട്ടയം 695, മലപ്പുറം 694, തൃശൂർ 625, എറണാകുളം 528, കോഴിക്കോട് 451, പാലക്കാട് 328, കൊല്ലം 317, വയനാട് 284, തിരുവനന്തപുരം 272, ആലപ്പുഴ 241, പത്തനംതിട്ട 238, കണ്ണൂർ 207, കാസർഗോഡ് 79, ഇടുക്കി 73. സംസ്ഥാനത്ത് ഇന്നലെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട് മാത്രം. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 441 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് MLAയുമായ MK മുനീറിന്റെ ഭാര്യ നഫീസയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. KM ഷാജിയുടെ കോഴിക്കോട്ടെ ഭൂമി വാങ്ങിയത് നഫീസയും ചേർന്നാണെന്നുള്ള പരാതിയുടെ ഭാഗമായി ED അന്വേഷണം നടത്തിയിരുന്നു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത്. മന്ത്രി KK ശൈലജയ്ക്ക് വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം. പ്രമുഖ അന്താരാഷ്ട്ര മാസികയായ ഫിനാൻഷ്യൽ ടൈംസിന്റെ 2020 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിലാണ് മന്ത്രി ശൈലജയും തിരഞ്ഞെടുക്കപ്പെട്ടത്. കമല ഹാരിസ്, ആംഗേല മെർക്കൽ, ജസീൻഡ ആർഡൻ എന്നിവർക്കൊപ്പമാണ് KK ശൈലജയെയും വായനക്കാർ തിരഞ്ഞെടുത്തത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം ഉയർത്തി ഫിച്ച് റേറ്റിംഗ്സ്. -10.5% നിന്ന് -9.4% റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ പ്രതീക്ഷിത GDP നിരക്ക് ഉയർത്തിയത്. ജൂലൈ-സെപ്റ്റംബർ കാലയളവിൽ സമ്പദ്വ്യവസ്ഥ മികച്ച രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തിയതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതീക്ഷിത GDP നിരക്ക് ഫിച്ച് ഉയർത്തിയത്. കർഷക പ്രതിഷേധത്തിന്റെ ഭാഗമായ ഭാരത് ബന്ദിനെ പിന്തുണച്ചതിനെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി. മല്ലിയും ഉലുവയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് പറയാനാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി രാഹുലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ എലൂരുവിൽ വ്യാപിച്ച അജ്ഞാത രോഗത്തിന് കാരണം കുടിവെള്ളത്തിലും പാലിലും കലർന്ന ലോഹാംശമാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. നിക്കൽ, ലെഡ് തുടങ്ങിയ ലോഹങ്ങളുടെ സാന്നിധ്യമാണ് വെള്ളത്തിലും പാലിലും കണ്ടെത്തിയത്. ഏതാനും കോവിഡ് വാക്സിനുകൾക്ക് വരുന്ന ആഴ്ചകളിൽ രാജ്യം അനുമതി നൽകിയേക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വാർത്താസമ്മേളനത്തിനിടെ ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷണാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയിൽ ഇന്നലെ 32,061 കോവിഡ് രോഗികൾ. മരണം 402. ഇതോടെ ആകെ മരണം 1,41,398 ഇതുവരെ 97.35 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 92.14 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.77 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,026 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 3,188 പേർക്കും പശ്ചിമബംഗാളിൽ 2,941 പേർക്കും കർണാടകയിൽ 1,280 പേർക്കും ആന്ധ്രയിൽ 551 പേർക്കും തമിഴ്നാട്ടിൽ 1,236 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 5,43,072 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,74,753 പേർക്കും ബ്രസീലിൽ 46,934 പേർക്കും തുർക്കിയിൽ 33,198 പേർക്കും റഷ്യയിൽ 26,097 പേർക്കും രോഗം ബാധിച്ചു. 11,131 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,490 പേരും ബ്രസീലിൽ 771 പേരും ഇറ്റലിയിൽ 634 പേരും ജർമ്മനിയിൽ 622 പേരും ഇംഗ്ലണ്ടിൽ 616 പേരും റഷ്യയിൽ 562 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.85 കോടി കോവിഡ് രോഗികളും 15.61 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു.
കോവിഡ് വാക്സിൻ ഉപയോഗം നിർബന്ധമാക്കരുതെന്ന് ലോകാരോഗ്യ സംഘടന. വാക്സിൻ നിർബന്ധമാക്കുന്നത് തെറ്റായ വഴിയാണെന്നും അതിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതെന്നും ലോകാരോഗ്യ സംഘടന രോഗപ്രതിരോധ വിഭാഗം മേധാവി കേറ്റ് ഒബ്രിയൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരം പുനർനിർണയിച്ചു. ഇതിൻ പ്രകാരം എവറസ്റ്റിന്റെ പുതിയ ഉയരം 8848.86 മീറ്ററാണെന്ന് നേപ്പാളും ചൈനയും അറിയിച്ചു. ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് എവറസ്റ്റിന്റെ ഉയരം പുനർനിർണയിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. US വ്യോമയാന രംഗത്തെ ഇതിഹാസമായിരുന്ന ചക്ക് യേഗർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ശബ്ദാതിവേഗത്തിൽ വിമാനം പറത്തിയ ആദ്യ പൈലറ്റ് എന്ന ബഹുമതി യേഗറിന്റെ പേരിലാണുള്ളത്. 37ാമത് കുവൈത്ത് മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായി സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അസബാഹിനെ അമീർ നിയമിച്ചു. ഡിസംബർ 15-നാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണ കേസ് പ്രതി ആക്രമണത്തിന് മുമ്പ് ഇന്ത്യയിൽ താമസിച്ചതായി റിപ്പോർട്ട്. കേസ് അന്വേഷിച്ച റോയൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രതിയായ ബ്രെൻഡൻ ഡാരന്റ് 3 മാസത്തോളം ഇന്ത്യയിൽ തങ്ങിയിരുന്നുവെന്ന് പറയുന്നത്. ആവേശകരമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബാംഗ്ലൂരു FC പോരാട്ടം സമനിലയിൽ. ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങളും പ്രതിരോധവുമായി കളം നിറഞ്ഞ മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ നോർത്ത് ഈസ്റ്റ് താരം ലൂയിസ് മച്ചാഡോയാണ് ഹീറോ ഓഫ് ദി മാച്ച്. ഓസ്ട്രേലിയയ്ക്കെതിരായ 3ാം T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 12 റൺസിന്റെ തോൽവി. 187 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. 85 റൺസെടുത്ത നായകൻ കോഹ്ലി മാത്രമാണ് ഇന്ത്യയ്ക്കു വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ മാത്യു വെയ്ഡിന്റെയും മാക്സ്വെല്ലിന്റെയും ബാറ്റിംഗ് കരുത്തിലാണ് 186 റൺസെടുത്തത്. തോറ്റെങ്കിലും ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.